ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു വിശ്വാസത്തിന്റെ മധ്യത്തിലാണ്. ലോകത്തിന്റെ പല കോണുകളിൽ നിന്നുമുള്ള ആളുകൾ ഒരേ പ്രാർത്ഥനയുമായി എത്തുന്ന ഒരു സ്ഥലം. ഇതാണ് വേളാങ്കണ്ണി മാതാ പള്ളി. ഇവിടെ കാൽ വയ്ക്കുമ്പോൾ തന്നെ മനസ്സൊന്ന് ശാന്തമാകുന്നുണ്ട്. കടൽക്കാറ്റും മണിയുടെ ശബ്ദവും പ്രാർത്ഥനകളുടെ മുരമുരപ്പും എല്ലാം കൂടി ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. വേളാങ്കണ്ണി മാതാവ് അനേകം അത്ഭുതങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ്. രോഗശാന്തി, കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം, മനസ്സിന്റെ സമാധാനം. ഇവിടേക്ക് വരുന്നവരുടെ കണ്ണുകളിൽ പ്രാർത്ഥന മാത്രമല്ല, ഒരു പ്രതീക്ഷ കൂടി കാണാം. ഇപ്പോൾ ഞങ്ങൾ തഞ്ചാവൂരിലേക്കുള്ള ബസ് കാത്തു നിൽക്കുകയാണ്. റോഡരികിലെ ഈ ബസ് സ്റ്റോപ്പ് ഒരുപാട് യാത്രകളുടെ തുടക്കമാണ്. ചിലർ തിരക്കിലാണ്, ചിലർ നിശബ്ദമായി കാത്തിരിക്കുന്നു. യാത്ര തുടങ്ങുന്നതിന് മുൻപുള്ള ഈ കുറച്ചു മിനിറ്റുകൾക്ക് ഒരു പ്രത്യേക ഫീലുണ്ട്. അടുത്തു തന്നെയുള്ള ചായക്കടയിൽ നിന്ന് ചൂടുള്ള ചായ. യാത്രയ്ക്ക് മുൻപ് ഒരു ഗ്ലാസ് ചായ ഒരു ചെറിയ റിഫ്രഷ് പോലെയാണ്. ചായയുടെ ചൂടും റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെ ശബ്ദവും കാറ്റുമെല്ലാം ചേർന്ന് ഒരു യാത്രാ മൂഡ് തന്നെ. അപ്പോൾ ദൂരത്തിൽ നിന്ന് ബസ്സിന്റെ ശബ്ദം കേൾക്കുന്നു. അതെ, തഞ്ചാവൂരിലേക്കുള്ള ബസ് എത്തി. പതുക്കെ അടുത്തേക്ക് വരുന്ന ബസ്. വാതിൽ തുറക്കുന്നു. ചായയുടെ കപ്പുകൾ കയ്യിൽ നിന്ന് വിട്ട് സീറ്റിലേക്ക് മാറുന്ന നിമിഷം. ബസ്സിൽ കയറി ജനലിനരികിൽ ഒരു സീറ്റ്. വേളാങ്കണ്ണിയിൽ നിന്നുള്ള ഓർമ്മകളുമായി തഞ്ചാവൂരിലേക്കുള്ള ഒരു പുതിയ അനുഭവത്തിലേക്ക്. പിന്നിലേക്ക് മാറുന്ന പള്ളി ഗോപുരം, മുന്നിലേക്ക് നീളുന്ന തുറന്ന റോഡ്. മനസ്സിൽ ഇപ്പോഴും പ്രാർത്ഥനയുടെ ശാന്തത. പക്ഷേ മുന്നിൽ കാത്തിരിക്കുന്നത് ഒരു അത്ഭുതകരമായ ചരിത്ര സ്മാരകമാണ്. ബസ് ജനാലക്കരികിലിരുന്നാൽ ലോകം തന്നെ മാറുന്ന പോലെ തോന്നും. ഒന്നും ചെയ്യാതെ കാഴ്ചകൾക്ക് നമ്മളെ കൊണ്ടുപോകാൻ വിട്ടാൽ യാത്ര തന്നെ ഒരു വിശ്രമമാകുന്നു. റോഡിന് ഇരുവശങ്ങളിലും ചെറിയ കടകൾ, ചായക്കടകൾ, സ്കൂൾ യൂണിഫോം ധരിച്ച കുട്ടികൾ. ഓരോ ഗ്രാമവും സ്വന്തമായൊരു താളത്തിലാണ് ജീവിക്കുന്നത്. ഇവിടെ സമയം നഗരങ്ങളെപ്പോലെ ഓടുന്നില്ല, പതുക്കെയാണ് നീങ്ങുന്നത്. ബസ്സിനുള്ളിൽ ആരൊക്കെയോ കയറുന്നു, ആരൊക്കെയോ ഇറങ്ങുന്നു. ചിലർ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി ഒന്നും ചിന്തിക്കാതെ ഇരിക്കുന്നു. ചിലരുടെ മുഖത്ത് ജീവിതത്തിന്റെ ക്ഷീണം, ഒരു ലക്ഷ്യത്തിലേക്കുള്ള തിരക്ക്. 1 മണിക്കൂർ യാത്രയിൽ എത്ര കഥകളാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. ഇപ്പോൾ നഗരക്കാഴ്ചകൾ മാറി പച്ച നിറമുള്ള വയലുകൾ, വെള്ളത്തിൽ പ്രതിഫലിക്കുന്ന ആകാശം, വൃക്ഷങ്ങൾ, പശുക്കൾ, കൃഷിയിടങ്ങൾ. ബസിന്റെ ശബ്ദത്തിനിടയിലും ഒരു നിശബ്ദത ഒളിഞ്ഞിരിക്കുന്നു. ഈ നിമിഷങ്ങൾ ക്യാമറയിൽ പിടിക്കാനല്ല, മനസ്സിൽ സൂക്ഷിക്കാനുള്ളതാണ്. ബസ് പതുക്കെ മുന്നോട്ട് നീങ്ങുമ്പോൾ ജനലിന് പുറത്ത് തമിഴ്നാടിന്റെ ചെറു കുടിലുകളെ പോലെയുള്ള വീടുകൾ കാണാം. സാധാരണമായ വീടുകൾ, പക്ഷേ അതിനുള്ളിൽ സാധാരണയല്ലാത്ത ജീവിതങ്ങൾ. വഴിയരികിലെ വയലുകളിൽ കണ്ണുകളെ മയക്കുന്ന പച്ച നിറം, അതിന് നടുവിലൂടെ ആലികൾ ശാന്തമായി കന്നുകാലികളെ മേയ്ക്കുന്ന കാഴ്ച. അവർക്കൊന്നും തിടുക്കമില്ല, സമയം അവരോടൊപ്പം തന്നെയാണ് നടക്കുന്നത്. ഇടയ്ക്ക് റോഡരികിൽ ചെറിയ കച്ചവടങ്ങൾ, പഴക്കട, ചായക്കട, പച്ചക്കറികൾ നിരത്തിവെച്ച ആലുകൾ. ഓരോരോ കച്ചവടത്തിനും ഒരു കഥയുണ്ട്, ഓരോ മുഖത്തും ഒരു ജീവിതം. ബസ്സിനുള്ളിലിരുന്ന് ഇതെല്ലാം വെറുതെ കാണുമ്പോൾ യാത്ര തന്നെ ഒരു അനുഭവമായി മാറും. നഗരത്തിന്റെ തിരക്കിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ദൂരമാകുമ്പോൾ ജീവിതം ഇതും അല്പം സ്ലോ ആയിട്ട് സുന്ദരമായി തോന്നുന്നു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ജനലിന് പുറത്ത് ഒരു പച്ച കടൽ പോലെ തമിഴ്നാടിന്റെ നെൽപ്പാടങ്ങൾ വിരിഞ്ഞു കിടക്കുന്നു. കണ്ണെത്തുന്നത്രയും ദൂരം പച്ച മാത്രം, പച്ചയുടെ നിശബ്ദമായ ശബ്ദം. ഇത് വെറും കാഴ്ചയല്ല, ഇത് മണ്ണ് ശ്വാസമെടുക്കുന്ന നിമിഷമാണ്. ബസ് മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ ചിന്തകൾ പതുക്കെ പിന്നിലായി പോകുന്നു. ഈ വയലുകൾ ജീവിക്കുന്നവയാണ്. വെയിൽ വന്നാൽ സഹിക്കും, മഴ വന്നാൽ സ്വീകരിക്കും. ഒന്നിനോടും പരാതിയില്ല, എല്ലാം സഹിച്ച് പച്ചയായി തന്നെ നിലനിൽക്കും. ഇവിടെ ഓരോ നെല്ലിൻ ചെടിയും ഒരു മനുഷ്യനെ പോലെ തല ഉയർത്തി നിൽക്കുന്നു. വയലിനുള്ളിൽ കാൽമുട്ടോളം വെള്ളത്തിൽ നിൽക്കുന്ന ആ മനുഷ്യർ, അവരുടെ മുഖത്ത് ക്യാമറയ്ക്ക് വേണ്ടി ചിരിയില്ല, പക്ഷേ ജീവിതത്തിനുള്ള ധൈര്യമുണ്ട്. പുലർച്ചയുടെ തണുപ്പും വെയിലിന്റെ കത്തും
ഒന്നുപോലെ ഏറ്റുവാങ്ങിയ കൈകൾ. അവരുടെ വിയർപ്പ് വെള്ളത്തിൽ ലയിക്കുമ്പോൾ ഈ വയൽ കൂടുതൽ പച്ചയാകുന്നു. നമ്മൾ കഴിക്കുന്ന ഒരു പിടി അരി പോലും എത്ര കഥകൾ കൊണ്ടാണെന്ന് ഈ വയലുകൾ നിശബ്ദമായി പഠിപ്പിക്കുന്നു. തമിഴ്നാടിന്റെ നെൽപ്പാടങ്ങൾ, മണ്ണിന്റെ ഹൃദയം, അധ്വാനത്തിന്റെ ആത്മാവ്. അങ്ങനെ ഞങ്ങൾ തഞ്ചാവൂരിലെത്തി. ബസ് പതുക്കെ നിർത്തി. ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം കാൽ നിലത്ത് വയ്ക്കുന്ന നിമിഷം. പുതിയൊരു നഗരം, പുതിയൊരു ശ്വാസം. ബസ്സിൽ നിന്നിറങ്ങി ചുറ്റും നോക്കുമ്പോൾ തഞ്ചാവൂരിൻ്റെ പതുക്കെ നടക്കുന്ന ജീവിതം കണ്ണിൽപ്പെടുന്നു. പക്ഷേ ഒരു പ്രശ്നം. വലിയ തഞ്ചാവൂർ ക്ഷേത്രത്തിലേക്കുള്ള വഴി നമ്മൾക്ക് വ്യക്തമായി അറിയില്ല. അപ്പോൾ കയ്യിലുള്ള ഏറ്റവും വിശ്വസ്തനായ കൂട്ടുകാരൻ ഗൂഗിൾ മാപ്പ്. മൊബൈൽ തുറന്ന് വഴി നോക്കി, ലൊക്കേഷൻ സെറ്റ് ചെയ്തു. ഇനി നടക്കാം. നഗരത്തകരത്തിൻ്റെ വഴികളിലൂടെ പതുക്കെ നടന്നു തുടങ്ങുമ്പോൾ ഈ യാത്ര ഒരു സാധാരണ നടപ്പല്ലെന്ന് തോന്നിത്തുടങ്ങുന്നു. ഇവിടെ റോഡുകൾക്കൊപ്പം ചരിത്രവും നടക്കുന്നു. റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തുകൂടെ ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്ന വഴിയിലൂടെ നടക്കുകയാണിപ്പോൾ. ട്രെയിനുകളുടെ ശബ്ദം, ഓടുന്ന ആളുകൾ, യാത്രകളുടെ തിരക്ക്. ഇതിനിടയിലും മനസ്സ് എവിടെയോ 1000 വർഷങ്ങൾ പിന്നിലേക്ക് പോയിരിക്കുന്ന പോലെ. ഓരോ ചുവടും മുന്നോട്ടു പോകുമ്പോൾ ഒരു ചോദ്യമുള്ളിൽ. ഇത്ര വലിയൊരു ക്ഷേത്രം ഇത്ര നൂറ്റാണ്ടുകൾക്ക് മുൻപ് എങ്ങനെ പണിതു? ഗൂഗിൾ മാപ്പിലെ നീലവര നമ്മളെ മുന്നോട്ട് നയിക്കുന്നു. പക്ഷേ ഈ യാത്രയെ നയിക്കുന്നത് വരി മാത്രമല്ല, ഒരു കൗതുകമാണ്. കെട്ടിടങ്ങൾക്കിടയിലൂടെ ചെറിയ റോഡുകൾ കടന്ന് ഇപ്പോൾ നടക്കുന്നത് തഞ്ചാവൂർ ക്ഷേത്രത്തിലേക്കാണ്. ദൂരെ എവിടെയോ ഗോപുരത്തിൻ്റെ ഒരു ചെറിയ സൂചന പോലെ ഹൃദയം അല്പം വേഗമടിക്കുന്നു. ബസ് യാത്രയിൽ കണ്ട പച്ച വയലുകൾക്ക് ശേഷം ഇപ്പോൾ കല്ലിലെഴുതിയ ചരിത്രത്തിലേക്കാണ് നടക്കുന്നത്. അങ്ങനെ ഗൂഗിൾ മാപ്പ് അടച്ചേക്കാം എന്ന് തോന്നുന്ന നിമിഷം. കാരണം ഇനി വഴി കണ്ണുകൾ തന്നെയാണ് കാണിക്കുന്നത്. തഞ്ചാവൂരിൻ്റെ വലിയ ക്ഷേത്രത്തിലേക്ക് ഒരു കാലയാത്ര തുടങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ തഞ്ചാവൂർ വലിയ ക്ഷേത്രത്തിന്റെ നടയിലെത്തി. ഈ നിമിഷത്തിൽ ആരും സംസാരിക്കുന്നില്ല. ചെരുപ്പുകൾ പതുക്കെ അഴിച്ച് വശത്തേക്ക് വെക്കുമ്പോൾ മനസ്സുമൊന്ന് ഭാരമിറക്കി വെക്കുന്ന പോലെ. ഇനി അകത്തേക്ക് കയറുന്നത് ഒരു കെട്ടിടത്തിലേക്കല്ല, ഒരു 1000 വർഷങ്ങളുടെ ചരിത്രത്തിലേക്കാണ്. അകത്ത് കാൽ വയ്ക്കുമ്പോൾ കല്ലിന്റെ തണുപ്പ് പാദങ്ങളിലൂടെ മനസ്സിലേക്ക് കയറുന്നു. ഇവിടെ സമയം നിൽക്കുന്നു. ശബ്ദങ്ങൾ പോലും പതുക്കെ മാറുന്നു. ഇതൊരു ക്ഷേത്രം മാത്രമല്ല, ഇത് ചോള സാമ്രാജ്യത്തിന്റെ ഹൃദയമാണ്. ഈ മഹാക്ഷേത്രം പണിതത് രാജരാജ ചോളൻ ഒന്നാമൻ. ക്രിസ്തുവർഷം 1010 ഈ ക്ഷേത്രം പൂർത്തിയായി. ഒരു രാജാവിന്റെ അഹങ്കാരത്തിനായല്ല, ശിവനോടുള്ള ഭക്തിയുടെ അടയാളമായാണ് ഈ നിർമ്മാണം. അന്നത്തെ കാലത്ത് ഇത്ര വലിയൊരു കെട്ടിടം എങ്ങനെ പണിതു എന്ന ചോദ്യം ഇന്നും ഉത്തരം തേടുകയാണ്. കണ്ണുകൾ പതുക്കെ ഈ കല്ലുകളിലേക്ക് പോകുന്നു. ഇവ വെറും കല്ലുകളല്ല, ഇവ സമയം ഓർമ്മിച്ചെടുത്ത വാക്കുകളാണ്. ഓരോ ശില്പവും ഒരു നിശബ്ദ സംഭാഷണം പോലെ. ഇവിടെ ഉളിയും ചുറ്റികയും മാത്രം ഉപയോഗിച്ച് മനുഷ്യർ തങ്ങളുടെ വിശ്വാസം കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നു. നൂറ്റാണ്ടുകൾ മുൻപ് ഒരാളെടുത്ത ഒരു ചെറിയ ഉളി അടിയേറ്റ് ഇന്ന് എൻ്റെ കണ്ണുകൾ ഇത് കാണുകയാണ്. സമയം എങ്ങനെ ഇത്ര നിശബ്ദമായി ഇവയെ കടന്നുപോയി? രാജാക്കന്മാരുടെ ദാനങ്ങൾ, ക്ഷേത്രത്തിലെ ദിനചര്യ, നർത്തകികൾ, സംഗീതജ്ഞർ, വിളക്കുകൾ, പൂജകൾ. ഒരു കാലഘട്ടത്തിന്റെ പൂർണ്ണ ജീവിതം ഇവിടെ കല്ലിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നു. ഇവിടെ ഒരു അക്ഷരവും അവധിയിട്ടിട്ടില്ല. വെയിലും മഴയും കാറ്റും നൂറ്റാണ്ടുകൾക്കിടെ എല്ലാം സഹിച്ചു. എന്നിട്ടും ഈ എഴുത്തുകൾ ഇന്നും നിലനിൽക്കുന്നു. ഓരോ ശില്പത്തിലും ഒരു മുഖഭാവം. ചിരിയില്ല, കണ്ണീരുമില്ല, പക്ഷെ അവയ്ക്ക് ഒരു ജീവനുണ്ട്. ഈ നന്ദി ഇന്ത്യയിലെ ഏറ്റവും വലിയ കല്ലിൽ നിർമ്മിച്ച നന്ദികളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. വലിപ്പത്തിൽ മഹത്തായിരുന്നാലും നന്ദിയുടെ ഇരിപ്പിൽ ഒരു ശാന്തതയും വിനയവും കാണാം. ഇതാണ് ചോള ശില്പികളുടെ കഴിവ്. ശക്തിയും ശാന്തതയും ഒരേ രൂപത്തിൽ കാണിച്ചു തരുന്നത്.
തഞ്ചാവൂർ വലിയ കോവിലിലെ നന്ദി വെറുമൊരു കല്ല് ശില്പമല്ല. അത് 1000 വർഷങ്ങളായി ഭക്തിയെയും വിശ്വാസത്തെയും കാവൽ നിൽക്കുന്ന ഒരു ജീവിച്ചിരിക്കുന്ന ചരിത്രമാണ്. വലിയ കക്കോവിലിലേക്ക് പോകുമ്പോൾ ഈ നന്ദിയെ ഒരു നിമിഷം ശാന്തമായി നോക്കാൻ മറക്കരുത്. ക്രിസ്തുവർഷം 1010 ചോള സാമ്രാജ്യത്തിലെ മഹാനായ രാജാവ് രാജരാജ ചോളൻ ഒന്നാമൻ ഈ ക്ഷേത്രം പണിതുയർത്തി. ശിവഭഗവാനെ ബൃഹദീശ്വരൻ എന്ന പേരിൽ ആരാധിക്കുന്ന ഈ ക്ഷേത്രം ചോള സാമ്രാജ്യത്തിന്റെ ശക്തിയുടെയും ആത്മീയതയുടെയും പ്രതീകമായിരുന്നു. ഒരു സാമ്രാജ്യത്തിന്റെ സ്വപ്നം, ഒരു രാജാവിന്റെ വിശ്വാസം 1000 വർഷങ്ങൾ പിന്നിട്ടും നിലനിൽക്കുന്ന ഒരു ചരിത്ര സാക്ഷ്യം തന്നെയാണ്. അതുകൊണ്ടുതന്നെ വലിയ കോവിൽ ഇന്നും ലോകത്തിന്റെ അത്ഭുതങ്ങളിലൊന്നായി നിലകൊള്ളുന്നു. വലിയ കോവിലിന്റെ മുകളിലിരിക്കുന്ന ഈ ശിഖരശിലയ്ക്ക് ഏകദേശം 80 ടൺ വരെ ഭാരമുണ്ടെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഒരു 1000 വർഷങ്ങൾക്ക് മുമ്പ് ക്രെയിനോ മെഷീനുകളോ ഇല്ലാത്ത കാലത്ത് ഇത്രയും ഭാരമുള്ള ഒരു കല്ല് 216 അടി ഉയരത്തിലേക്ക് എങ്ങനെ എത്തിച്ചു എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. ഐതിഹ്യം പറയുന്നത് ഇങ്ങനെ: രാജരാജ ചോളന്റെ കാലത്ത് ക്ഷേത്രത്തിനടുത്തുള്ള ഗ്രാമങ്ങളിലൂടെ കിലോമീറ്ററുകളോളം നീളുന്ന ഒരു ചെരിവുള്ള മണ്ണ് പാത ഉണ്ടാക്കിയതായാണ് വിശ്വാസം. ആ പാതയിലൂടെ ആനകളുടെയും മനുഷ്യരുടെയും സഹായത്തോടെ ഈ വമ്പൻ ശിലയെ പതുക്കെ മുകളിലേക്ക് കൊണ്ടുപോയി സ്ഥാപിച്ചു. ഇത് വെറും ഐതിഹ്യം മാത്രമല്ല, ചോളരുടെ ഗണിതജ്ഞാനവും എഞ്ചിനീയറിംഗ് ബുദ്ധിയും ഇവിടെ വ്യക്തമായി കാണാം. ഭാരം തുല്യമായി വിതരണം ചെയ്യുക, സമതുലിതമായ അടിത്തറ, കൃത്യമായ അളവുകൾ, ഇതെല്ലാം കൊണ്ടാണ് ഈ ശില 1000 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും ഉറച്ചു നിൽക്കുന്നത്. വലിയ കോവിലിലേക്ക് നോക്കുമ്പോൾ ആ മുകളിലെ ശില ഒരു നിമിഷം ശ്രദ്ധിച്ചു നോക്കൂ. അവിടെ ഒരു സംസ്കാരത്തിന്റെ മഹത്വം ഒളിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ ഓരോ കോണും കണ്ടു മനസ്സ് നിറഞ്ഞ ഈ നിമിഷത്തിൽ അസ്തമയ സൂര്യനെ ഒരു നിമിഷം നോക്കി നന്ദിയോടെ ഞങ്ങൾ തഞ്ചാവൂരിനോട് വിട പറയുകയാണ്.